എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് അപൂർവ രോഗബാധിതർക്കായി നടപ്പിലാക്കിയ കെയർ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സെഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ചും അതിന്റെ മറ്റു വിവരങ്ങളെക്കുറിച്ചും പറയാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് അയക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ രാഹുൽ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കെയർ എന്ന പദ്ധതിയെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. കേരള സർക്കാരാണ് അപൂർവ രോഗം ബാധിച്ചവർക്ക് വേണ്ടി ആദ്യമായി ഇത്തരത്തിലുള്ളൊരു പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതെല്ലാം വിധത്തിലാണ് ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപയോഗം കിട്ടുക എന്നെല്ലാം അറിയാനായിട്ട് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോ കെയറിനെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിച്ചാൽ നല്ലതാണ്. അപ്പോ കെയർ എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോ ജെറിന് ഇപ്പൊ പേര് സൂചിപ്പിച്ചു. ഞാനിപ്പോ കെയറിലേക്ക് ഉള്ള ഒരു ജേണിയും അതിനുശേഷം ഇതുവരെ നടന്നതും ഇനി അങ്ങോട്ടുള്ള പ്ലാനും ആ ഒരു രീതിയിൽ ഞാൻ പറയാം. അതായിരിക്കും എല്ലാവർക്കും ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി ഉണ്ടാവും, അപൂർവ രോഗങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഇത് റെയർ ഡിസീസ് എന്ന് പോലും അല്ലല്ലോ സത്യത്തിൽ വിശേഷിപ്പിച്ചിരുന്നത്. അനാഥ രോഗങ്ങൾ എന്നൊക്കെ പറയേണ്ടി വരും. ഓർഫൻ ഡിസീസസ് എന്നുള്ള ഒരു പേരായിരുന്നല്ലോ. അപ്പൊ അവിടുന്ന് ഇപ്പോ നമ്മൾ അറ്റ്ലീസ്റ്റ് ദേശീയ തലത്തിലായാലും ഒരു റെയർ ഡിസീസ് എന്ന് പറയുന്ന ഒരു പേരിലേക്കെങ്കിലും എത്തിച്ചേർന്നു എന്നുള്ളൊരു പോയിന്റിലാണ് ഉള്ളത്. പലപ്പോഴും നമുക്കറിയാം, പല അസുഖങ്ങളുടെയും ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്ത് ഇല്ലെങ്കിലും വേറെ പല സ്ഥലങ്ങളിലും ചികിത്സയുള്ള രോഗങ്ങളുണ്ട്. ചില രോഗങ്ങൾക്ക് എന്താ വെച്ചാൽ നിലവിൽ എവിടെയും ചികിത്സ ലഭ്യമായിട്ടില്ലാത്ത രോഗങ്ങളുണ്ട്. ചില രോഗങ്ങൾ നമ്മൾ ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നേ ഇല്ല, അത് റെയർ ഡിസീസ് ആയി പോലും കണക്കാക്കപ്പെടുന്നില്ല. ചില രോഗങ്ങൾക്ക് നമുക്ക് മരുന്നുണ്ട്, കോസ്റ്റ് വളരെ കൂടുതലാണ്, ഇൻഡിവിജ്വൽസിന് അത് ഒറ്റയ്ക്ക് താങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പല തരത്തിലുള്ള പരീക്ഷണങ്ങളും നടക്കുന്ന രോഗാവസ്ഥകളുണ്ട്. അപ്പൊ ആകെ മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്റ്റേജിൽ നിൽക്കുന്ന രോഗങ്ങൾ, നമ്മളിപ്പോ ന്യൂറോമസ്കുലർ രോഗങ്ങൾ മാത്രം എടുത്താൽ തന്നെ അതിനകത്ത് തന്നെ പല ലെവലുകളിൽ നിൽക്കുന്ന അവസ്ഥയുള്ള രോഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിന്റെ എല്ലാം ജനിതക കാരണങ്ങളും മൈക്രോ ലെവലില് കോശങ്ങളിലുള്ള പ്രശ്നങ്ങളും എടുത്തു പോവുകയാണെങ്കിൽ, ഇപ്പൊ മയോപ്പതികളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ചാനലോപ്പതി ഇഷ്യൂസും മസിൽസിന്റെ പ്രോട്ടീൻസില് ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ട് വ്യത്യാസമുള്ള രോഗങ്ങളും അങ്ങനെ കുറെ സംഗതികളുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇതിനെ കണ്ടുപിടിക്കുന്നതിനും ഇതിന്റെ ചികിത്സയിലും വലിയ മാറ്റങ്ങൾ ആക്ച്വലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി പല രോഗങ്ങൾക്കും നമുക്ക് ഇപ്പോ ചികിത്സ ഇല്ലാത്ത ആളുകൾക്ക്, പക്ഷെ ഭാവിയിൽ ഇതേ രോഗബാധിതരാകാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചികിത്സകളും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ രോഗനിർണയത്തിനായാലും ചികിത്സക്കായാലും സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പല അപൂർവ രോഗങ്ങളുടെയും ചികിത്സ അപ്പൊ ആഗോളതലത്തിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം പലപ്പോഴും കോടതിയുടെ ഇടപെടലും അല്ലെങ്കിൽ നിയമപരിരക്ഷ, പിന്നെ വലിയ മാസ് മൂവ്മെന്റുകൾ, അതിനു വേണ്ടിയിട്ടുള്ള വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നും ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു കോൾ ഫോർ ആക്ഷൻ വരുമ്പോൾ തന്നെയാണ് മിക്കവാറും ഈ പറയുന്ന രോഗാവസ്ഥകൾക്കുള്ള ചികിത്സകൾ കണ്ടെത്താൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നത് പോലും. പിന്നെ പല രോഗങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മരുന്നുകൾ, വേറെ ഏതെങ്കിലും അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഇതിനകത്ത് അതിന്റെ വേറൊരു ഇഫക്റ്റ് കൊണ്ട് ഗുണം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് ന്യൂട്രാസ്യൂട്ടിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അസുഖങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇതിനകത്ത്, അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഓരോ പരീക്ഷണങ്ങളും ഈ അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് പിന്നെ റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിക്കണം എന്ന തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആക്ച്വലി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ പുതിയ ഡെവലപ്മെന്റുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പൊ SMAക്ക് ആയാലും പുതിയ മോളിക്യൂൾ ഡെവലപ്മെന്റിന് കേരളത്തിൽ ഉൾപ്പെടെ പഠനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം, നമ്മൾ ഇപ്പുറത്ത് മരുന്ന് കൊടുക്കുമ്പോഴും. അപ്പം സാധിക്കുന്നതും ഇനി ചെയ്യാൻ നിങ്ങളുടെ ഇൻപുട്ട് വേണ്ട സാഹചര്യങ്ങളും ഉണ്ട്, ഏത് മേഖലയിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഉൾപ്പെടെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനകത്തേക്ക് വരാം. കേരളത്തിലും ഈ പറയുന്ന SMA ചികിത്സയിലേക്കാണ് ആദ്യം സർക്കാർ അപൂർവ രോഗത്തിൽ കടന്ന് വന്നത് ഈ അടുത്ത്. ഇതിനു മുമ്പേ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ആദ്യമായിട്ടൊരു അപൂർവ രോഗത്തിന് മരുന്ന് കൊടുത്തു തുടങ്ങിയതും കേരളത്തിൽ തന്നെയാണ്. അത് പോം ബേസ് ഡിസീസിന്
2009-10 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് മരുന്ന്, അത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് ഒരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ ചികിത്സിച്ച് തുടങ്ങിയത് കേരളത്തിലാണ്. പക്ഷെ അവിടുന്ന് നമ്മൾ ഒരു 10 വർഷം ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാലും കാര്യമായിട്ട് വേറെ എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമായ സംഗതികളെ നടന്നിട്ടുള്ളൂ. 2019 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കേന്ദ്ര തലത്തിൽ ഈ അപൂർവ രോഗ നയം എന്ന് പറയുന്ന ഒരു സംഗതി വന്നത്. അവിടെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. നാഷണൽ റെയർ ഡിസീസ് പോളിസി എന്ന് പറയുന്ന ഒരു സംഗതിയും ഒരു നാഷണൽ റെയർ ഡിസീസ് പ്രോഗ്രാം ഉണ്ടാകുന്നതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു പോളിസി എന്ന് പറയുമ്പോൾ ഒരു നയപരമായ ഒരു രേഖ മാത്രമേ അതിന് ഉണ്ടാവുന്നുള്ളൂ. അതിന്റെ മറ്റ് തലങ്ങളിലേക്കോ ഒന്നും അത് കടക്കണില്ല. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പൊ റെയർ ഡിസീസ് പോളിസിയെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. റെയർ ഡിസീസ് പോളിസി പ്രകാരം നമുക്കിപ്പം ഓരോ മാസം കഴിയും തോറും പുതിയ അസുഖങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും നിയർലി ഒരു 70-75 രോഗങ്ങളെ അതിനകത്ത് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന തന്നെ 7000-ലധികം രോഗങ്ങൾ ആക്ച്വലി അപൂർവ രോഗങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗ്യാപ്പ് കിടക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു രോഗത്തെ നമ്മൾ കോമൺ ആയിട്ടുള്ള അസുഖമെന്നോ അപൂർവമായിട്ടുള്ള അസുഖമെന്നോ വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ആ രോഗം ഉണ്ട് എന്നുള്ള കൃത്യമായ കണക്കുണ്ടെങ്കിലേ അങ്ങനെ വേർതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രിവലൻസ് എന്ന് പറയുന്നത്. ഈ അസുഖങ്ങളുടെ പ്രിവലൻസ് അനുസരിച്ച് പല രാജ്യങ്ങളിലും അപൂർവ രോഗങ്ങളുടെ ഡെഫിനിഷൻ തന്നെ വ്യത്യസ്തമാണ്. ചിലയിടങ്ങളിൽ അത് 10,000-ൽ ഒരാൾക്കുള്ള അസുഖത്തായിട്ടാണ് എടുക്കുന്നതെങ്കിൽ വേറെ ചിലയിടങ്ങളിൽ 1000-ൽ ഒരാൾക്കുള്ള അസുഖത്തിന് അപൂർവ രോഗം എന്ന് വിളിക്കും. ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇന്ന നമ്പർ വെച്ചിട്ട് പറയാൻ നിലവിലൊരു ഡെഫിനിഷൻ ഇല്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് ഓരോ അസുഖത്തിന്റെയും യഥാർത്ഥ കണക്ക് നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് വലിയ വിഷയം. അപ്പോ അതാണ് നമുക്ക് റെയർ ഡിസീസിന്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് അവിടെയാണ്. ഒന്ന്. രണ്ട്, ഇതിന്റെ ഡയഗ്നോസിസുകളാണ്. ഡയഗ്നോസിസുകളിൽ പലപ്പോഴും ഇപ്പോ സർക്കാർ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജനറ്റിക് ഡയഗ്നോസിസോ അല്ലെങ്കിൽ പല അസുഖങ്ങളുടെയും സൂക്ഷ്മമായ കാരണങ്ങളിലേക്കുള്ള അനാലിസിസ് നടത്തി പോകുന്നതിനുള്ള ടെസ്റ്റിംഗ് സൗകര്യങ്ങളിൽ വലിയ ന്യൂനതകൾ പബ്ലിക് സെക്ടറിൽ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രൈവറ്റ് സെക്ടറിലായാലും പല അസുഖങ്ങൾക്കും അതിന്റെ ഏറ്റവും സൂക്ഷ്മ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് സാമ്പിൾ അയച്ച് ചെയ്യേണ്ടുന്ന സാധ്യതകളുള്ള അസുഖങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് അപേക്ഷകൾ അങ്ങനത്തെയും വരുന്നുണ്ട്. അതിപ്പം ന്യൂറോമസ്കുലർ പ്ലാറ്റ്ഫോമിലല്ല, അല്ലാതെയുള്ള കുറെ കാര്യങ്ങളിൽ പലയിടങ്ങളിലും ട്രയലുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് സാമ്പിൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഉൾപ്പെടെ ഗവൺമെന്റിന് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ കണ്ടെത്തല്, ആദ്യം ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഡെഫിനേഷൻ അതിന്റെ ഒരു പ്രിവലൻസ് ആസ്പെക്റ്റിലാണ്. രണ്ട്, അതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് ആസ്പെക്റ്റിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ. മൂന്നാമത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു കുടുംബത്തിൽ അപൂർവ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ആ രോഗം എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അടുത്ത തലമുറയിലേക്ക് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചില മുൻകരുതലുകൾ ആക്ച്വലി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ജനറ്റിക് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റിലുള്ള ഇടപെടലുകളോ നമുക്ക് ആലോചിച്ചെടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നാലാമത്തെ ആസ്പെക്റ്റിലാണ് നമ്മൾ ഇതിന്റെ ചികിത്സയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നത്. ചികിത്സയിൽ മരുന്ന് ചികിത്സയുണ്ട്, മരുന്നല്ലാത്ത ഓപ്ഷനുകളുണ്ട്. ന്യൂറോമസ്കുലർ അവസ്ഥകളിലൊക്കെ നമുക്കറിയാം മരുന്ന് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമേ ആവുള്ളൂ. ആ മരുന്ന് കിട്ടുമ്പോഴും ഇതര ചികിത്സകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിപ്പോ നമുക്ക് മസ്കുലോസ്കെലറ്റൽ പ്രശ്നങ്ങളാവാം, ഫിസിയോതെറാപ്പി സംഗതികളാവാം, ഓർത്തോപെഡിക്കൽ സപ്പോർട്ടുകൾ വേണ്ടുന്ന സാഹചര്യങ്ങളാവാം, ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് SMA പോലുള്ളവർക്ക് ചെസ്റ്റ് ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ വരും, പൾമണറി മെഡിസിൻ, ഇന്റൻസീവ് കെയർ, ഇങ്ങനെ ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി കെയർ ആവശ്യമുള്ള തരത്തിലുള്ള രോഗങ്ങളാണ് പലപ്പോഴും അപൂർവ രോഗം. നമ്മളിപ്പം ഈ ഗ്രൂപ്പിൽ ഇന്നിപ്പോ ആരൊക്കെയാ ഉള്ളതെന്ന് നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ ന്യൂറോ മസ്കുലർ എന്ന് നമ്മൾ പറയുമ്പോഴും അതൊരു ന്യൂറോളജിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെയോ ഒതുക്കാൻ പറ്റുന്ന തരത്തിലുള്ള രോഗങ്ങളല്ല. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കെയർ ആവശ്യമുള്ള ഒരു സംഗതി അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യാലിറ്റി കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അതിന്റെ ന്യൂട്രീഷണൽ ആസ്പെക്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതൊന്നും കൂടാതെ നമ്മുടെ ഒരു സോഷ്യൽ വെൽഫെയർ കൈകാര്യം ചെയ്യുന്നതിന്, ആരോഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്യുവർ മെഡിക്കൽ സാധനമല്ലല്ലോ. എപ്പോഴും സോഷ്യൽ ഘടകങ്ങള് ഇതിനെ നേരിട്ടും അല്ലാതെയും എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ് ഏതും. അതിപ്പോ ഒരു സാധാരണ പനി വന്നാൽ പോലും സത്യത്തിൽ അതിന് സോഷ്യൽ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഹോളിസ്റ്റിക്കലി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കെയർ ആസ്പെക്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്യാപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഭാഗമാണ് നമ്മൾ ഇതിന്റെ ഒരു റീഹാബിലിറ്റേഷനും സോഷ്യൽ സപ്പോർട്ട് മെക്കാനിസവും വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. അവർക്ക് എല്ലാവർക്കും എല്ലാ തൊഴിലുകളും ഒരുപക്ഷെ സാധ്യമാവില്ല, പക്ഷെ സാധ്യമാകുന്ന തരത്തിലുള്ള ഉപജീവന മാർഗങ്ങളിലേക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ആലോചനകൾ ഉൾപ്പെടെ ഇതിനകത്ത് വരേണ്ടതുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു നിശ്ചിത ലെവൽ വരെയൊക്കെ നമുക്ക് കൂട്ടി നൽകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിപ്പോ ഏത് വ്യക്തി ആയാലും,
ഈ സംസാരിക്കുന്ന ഞാനായാലും നമ്മൾ ഓരോരുത്തരായാലും നമുക്ക് എല്ലാവർക്കും ജീവിക്കുന്ന കാലം വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് പോയി നമ്മുടെ എൻഡും വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്ത് പോകേണ്ടുന്ന അവസ്ഥകൾ ഉണ്ടാവും. അപൂർവ രോഗങ്ങളിൽ പലതും അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ട് ആക്ച്വലി. അപ്പൊ ആ എൻഡ് ഓഫ് ലൈഫ് കെയർ ഉൾപ്പെടെ നമുക്ക് സത്യത്തിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു ആസ്പെക്ടിൽ ഇത്രയും തലങ്ങളിൽ നമുക്ക് ആക്ച്വലി ഇടപെടൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് പല ചർച്ചകളിൽ മനസ്സിലായി വന്നപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇനീഷ്യലി SMAയിൽ മരുന്ന് കൊടുത്തു തുടങ്ങിയ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു പ്രോഗ്രാം ലെവലിലേക്ക് ആലോചിച്ച് തുടങ്ങുന്നത്. അവിടെയാണ് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യകത വരുന്നത്. അപ്പൊ ഒരു പ്രോഗ്രാമായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ സ്വഭാവത്തിലേക്ക് ഇതിനെ മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമായി ഒതുങ്ങി നിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ന്യൂനത. അപ്പൊ ഇനി ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ഈ പദ്ധതിയുടെ ഭാഗമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതെല്ലാം ഇതിന്റെ എന്താ പറയാ കടലിന്റെ കരയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. പക്ഷെ ഞാൻ ഈ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ പക്ഷെ ചെറുതല്ല. ഇതിനെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് ഒരുപാട് കമ്പോണന്റുകൾ ആക്ച്വലി ആവശ്യമുണ്ട്. പല പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ പ്രൊപ്പോസലുകൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നില്ല എന്നുള്ള വലിയ ഒരു ഡ്രോബാക്ക് നമ്മളും ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ പറഞ്ഞ മാതിരി പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്ന സാധനങ്ങൾ ഒരുപക്ഷെ കോമൺ സംഗതികളിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ സംഗതിയിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അപൂർവ രോഗങ്ങൾക്കുള്ള ഒരു വെബ് പോർട്ടലാണ്. ആ പോർട്ടൽ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തലത്തില് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാതല കേന്ദ്രങ്ങളിലും, ജില്ലാ കേന്ദ്രം എന്ന് ഞാൻ പറയുമ്പോൾ ജില്ലാതല ആശുപത്രികൾ, അതുപോലെ തന്നെ ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളുണ്ട്, DEACകൾ, കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ തെറാപ്പികൾ കൊടുക്കാൻ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അപൂർവ രോഗങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഡയഗ്നോസിസ് പാർട്ടിൽ ഈ NPRD നാഷണൽ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന 70ഓളം കണ്ടീഷൻ മാത്രമല്ല, ബാക്കിയുള്ള ലോകാരോഗ്യ സംഘടന പറയുന്ന അസുഖങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ അതേഴ്സ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് നിലവിൽ പോവുക. എപ്പോഴെങ്കിലും ഈ അസുഖങ്ങളെ അപൂർവ രോഗ നയത്തിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് അവർ ഉൾപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അതിനകത്തേക്ക് സ്വിച്ച് ചെയ്യും പാകത്തിനാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കേന്ദ്ര നയത്തിൽ ആക്ച്വലി 3 കാറ്റഗറി അസുഖങ്ങളാണ് ഉള്ളത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ്. അതിൽ 1A എന്ന് പറയുന്നത് നമ്മുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വരുന്ന കേസുകളും, 1B എന്ന് പറയുന്നത് പിന്നെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടതും, 1C കിഡ്നിയുമായി ബന്ധപ്പെട്ട ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടതുമായിട്ടുള്ള അസുഖങ്ങളാണ് ആ ലിസ്റ്റിൽ ഉള്ളത്. കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അസുഖങ്ങളുടെ ചികിത്സ എന്ന് പറയുന്നത് ഡയറ്ററി മോഡിഫിക്കേഷനും സ്പെഷ്യൽ ഡയറ്റും, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രോത്ത് ഹോർമോൺ പോലുള്ള കണ്ടീഷനിൽ ഹോർമോൺ ഡെഫിഷ്യൻസി ചികിത്സിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള കുറെ രോഗാവസ്ഥകളാണ്. നമ്മുടെ ന്യൂറോമസ്കുലർ സാധനങ്ങളൊക്കെ വരുന്നത് കാറ്റഗറി 3Aയിലും 3Bയിലുമാണ്. അതിന്റെ ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് വലിയ ക്വസ്റ്റ്യൻ മാർക്കായി കിടക്കുന്ന അസുഖങ്ങളാണ് അവിടെയൊക്കെ കിടക്കുന്നത്. ഇതിനൊക്കെ മരുന്നുകൾ ചികിത്സകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ ഇവിടെയാണ് സത്യത്തില് SMA ചികിത്സയിലേക്ക് സത്യത്തിൽ കേരളം കടന്നു വന്നത് തന്നെ ഒരു കോടതി കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും എന്നേക്കാൾ കൂടുതൽ അതിന്റെ ചരിത്രം അറിയായിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ചികിത്സ കൊടുക്കുന്ന ലെവലിൽ അതിനെ തള്ളി നീക്കി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊരു ചലഞ്ചാണ്. അവിടെയാണ് ആക്ച്വലി നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്ന 12 വയസ്സ് വരെ SMA ചികിത്സ കൊടുത്ത് വരുന്നത്. ഇപ്പൊ നിലവിൽ സർക്കാർ മരുന്ന് നൽകി വരുന്നത് കാറ്റഗറി SMA ടൈപ്പ് 1, ടൈപ്പ് 2 ബാധിതരായ കുട്ടികൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അതിന്റെ SMA ടൈപ്പ് 2ന്റെ ഡയഗ്നോസ് നമ്മൾ എടുക്കുമ്പോൾ ജനറ്റിക് ഡയഗ്നോസ് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം 2ഉം 3യും തമ്മിൽ ക്ലിനിക്കലി നിങ്ങൾക്ക് അറിയാം അത് ഒരു നേർത്ത വരെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ SMN2ന്റെ കോപ്പി അനുസരിച്ചിട്ട് നമ്മൾ ജനറ്റിക് ഡയഗ്നോസ് വെച്ചിട്ടാണ് നിലവിൽ കൊടുത്തു വരുന്നത്. ഇത് ഇനി ഫർദർ 18 വയസ്സ് വരെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ആലോചനയിലുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളുമാണ്. കാരണം ഇത് പിന്നെ ഒരിക്കലും ഒരു ഗവൺമെന്റ് ബജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇതിന് ക്രൗഡ് ഫണ്ടിങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് നമ്മൾ ഈ പറയുന്ന ഹൈനെറ്റ് ഇൻഡിവിജ്വൽസ് അവരുടെ ട്രസ്റ്റുകളുടെയൊക്കെ ഡൊണേഷൻ സംഗതികളുടെ മൂവ്മെന്റുകളാണ് ഇപ്പൊ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ നമുക്കൊരു ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കൂടുതൽ ആളുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമിനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് SMA മാത്രം ഒതുക്കുക എന്നുള്ളതും അല്ല ഉദ്ദേശം.
മറ്റ് അസുഖങ്ങളിലേക്കും കൂടെ അതിനെ വ്യാപിപ്പിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതില് ഗവൺമെന്റ് വന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ SMA-ക്ക് ഇപ്പൊ ജീൻ തെറാപ്പി അപ്രൂവ്ഡ് ആയി. കഴിഞ്ഞ ആഴ്ചയാണ് ജീൻ തെറാപ്പി ഫൈനൽ അപ്രൂവൽ വന്നത്. പക്ഷെ ജീൻ തെറാപ്പിയുടെ ചികിത്സ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെർ ഹെഡ് ഇൻഡിവിജ്വൽ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 കോടിയുടെ ഇടയിലാണ് ചികിത്സാ ചെലവ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതാണ് നേരത്തെ. അപ്പൊ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവരായിട്ടുള്ള ചർച്ച നടന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ സംസാരിക്കുമ്പോഴും അപ്പോഴും ഗവൺമെന്റിന് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 8 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള ഒരു റേറ്റിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോലും നമുക്ക് ഇനീഷ്യലി ഇത്രയും ആളുകളെ അത് വെച്ച് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് ഇപ്പൊ മറ്റേ ഓറൽ മെഡിസിൻ ആയിട്ടുള്ള റിസ്പിപ്ലാമാണ് ഇപ്പൊ നമ്മൾ കൊടുത്തു വരുന്നത്. അത് കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു എലമെന്റ്. പക്ഷെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 കൊല്ലത്തേക്ക് നമ്മൾ ചികിത്സിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണല്ലോ, 10 കൊല്ലത്തേക്ക് ചികിത്സിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഇതിൽ ബെറ്റർ? അപ്പോ കണക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീൻ തെറാപ്പിയാണ് ബെറ്റർ എന്ന് പറയേണ്ടി വരും. പക്ഷെ ജീൻ തെറാപ്പിയാണ് 100 കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അത്രയും കാശും വേണ്ടി വരും. അപ്പൊ അതൊരു ചലഞ്ചിങ് സിനാരിയോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നിലവിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 1-1.5 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ പേറ്റന്റ് നിയമങ്ങളും കാര്യങ്ങളുടെയും പരിധിയിൽ നിന്ന് ഇത് മോചിതമാവുന്ന ഒരു സാഹചര്യം എന്തായാലും വരും. അങ്ങനെ വരുമ്പോൾ ഈ റേറ്റ് വളരെ താഴോട്ട് വരികയും ഇതിന്റെ SMA-യുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവ് നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ നൊവാർട്ടിസിന്റെയാണ് ജീൻ തെറാപ്പി SMA-യിലുള്ളത്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് പേയ്മെന്റ് മെത്തേഡുകൾക്ക് പല ഓൾട്ടർനേറ്റ് മെക്കാനിസംസും നമ്മൾ ഒരു ഫൈനൽ ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണരൂപം പറയാൻ പറ്റില്ല. പക്ഷെ ആ രീതിയിലുള്ള ചർച്ചകളും നടത്തുകയാണ്. അപ്പം ഇവിടെയാണ് ഇത് ഗവൺമെന്റ് വഴി ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള നെഗോഷിയേഷൻ സാധ്യതകളുടെ ബെനിഫിറ്റ് എപ്പോഴും ആളുകൾക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് കെയറിന്റെ ഭാഗമായിട്ട് ആ ഒരു അസുഖത്തിന്റെ കേസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. മറ്റു പല അസുഖങ്ങൾക്കും ഈ പറഞ്ഞ ഇപ്പൊ DMD-യിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം ഈ ജീൻ തെറാപ്പി ആയാലും എക്സോൺ സ്കിപ്പിംഗ് ആയാലും ഇത്തരത്തിലുള്ള പല ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആക്ച്വലി വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് മരുന്ന് കമ്പനികൾ ഡെഫിനറ്റ്ലി കേരളവുമായിട്ട് ചർച്ചയ്ക്ക് ഇപ്പൊ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന ചികിത്സകൾ എടുത്തു പോകുന്നു എന്നുള്ളത് അവർക്ക് വളരെ അവരവരുടെ മാർക്കറ്റും കൂടി ആലോചിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ വളരെ പ്രൊആക്റ്റീവ് ആയിട്ടാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കമ്പനികൾ കാണുന്നത്. അതാണ് എനിക്ക് ചർച്ചകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു സംഗതി. അപ്പം ആഗ്രഹം വളരെ വളരെ വലുതാണ്. ഈ പറഞ്ഞ പരിമിതികൾ ഞാൻ എടുത്തു പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിന്നെ പല കേസുകളിലും നമുക്ക് തന്നെ വിഷമം വരും. നമ്മളിപ്പോ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ വരും. ഇത് മരുന്ന് ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു പരിപാടി നടന്നു, ഇപ്പൊ SMA ഒരു സ്മാർട്ട് കോൺ നടന്നപ്പോ അതിനകത്ത് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു ഒരു പാനലില്, എന്താണ് ഇതിന്റെ ചികിത്സയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന്. ഇതിന്റെ ചികിത്സയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ വിൽ പവറാണ്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ചികിത്സിക്കണമെങ്കിൽ 1000 കോടി വേണം, ഇത് ചികിത്സിക്കണമെങ്കിൽ ഇന്നമാരത്തെ സംവിധാനങ്ങൾ വേണം, ഇത് ചികിത്സിക്കണമെങ്കിൽ ഇന്നമാരത്തെ ട്രെയിനിങ്ങുകളൊക്കെ പൂർത്തീകരിച്ച ആൾക്കാർ വേണം, ഇത് ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ഇന്ന 10 സ്പെഷ്യാലിറ്റിയുടെ ആൾക്കാർ വേണം. ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് ഇപ്പോ? ഈ 10 സ്പെഷ്യാലിറ്റിയിൽ എത്ര സ്പെഷ്യാലിറ്റി ഉണ്ട്? ഈ മരുന്ന് അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ സൗകര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഇത് നേരത്തെ കണ്ടെത്താം? അപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ ആലോചിച്ച് തുടങ്ങിയാൽ ഈ അങ്ങേയറ്റത്ത് നമ്മൾ സ്വപ്നം കണ്ട ഏറ്റവും ഐഡിയൽ സാധനവും നമ്മൾ നിൽക്കുന്ന പോയിന്റ് നമ്മളുടെ ദൂരം വളരെയധികം കുറഞ്ഞു കിട്ടും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് ഇനി അടുത്ത ലെവലിലേക്ക് ഇനി കെയറിൽ കൂടുതൽ സംഗതികളിലേക്ക് പോകേണ്ടത്. നമ്മുടെ ഈ ന്യൂറോ മസ്കുലർ വിഭാഗത്തിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരുന്നത് സമയം കുറച്ചായി ഇതിന്റെ പ്ലാനിങ് തുടങ്ങിയിട്ട്. ഇതിൽ മൾട്ടിപ്പിൾ ആളുകൾ ഇൻവോൾവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചില ഡിലേകൾ ഇതിനകത്തുണ്ട്. ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സിന്റെ ഒരു കെയർ പാത്വേ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഡയഗ്നോസ്റ്റിക് മേഖലയിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ജെനറ്റിക്സ് വിഭാഗം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഉള്ള ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ വിപുലീകരിക്കേണ്ടി വരും. നമുക്കിപ്പോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജെനറ്റിക് ഡയഗ്നോസിന് വേണ്ടുന്ന മറ്റ് സജ്ജീകരണങ്ങൾ നമ്മൾ പല മെഷീനുകളും ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടെൻഡറിങ്ങും കാര്യങ്ങളും നടക്കുകയാണ്. അത് അപൂർവ രോഗങ്ങൾക്ക് വേണ്ടി വരുന്നതല്ല, പക്ഷെ ആ മെഷീനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ രീതിയിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും നമ്മൾ ഈ പറഞ്ഞ ജെനറ്റിക് ഡയഗ്നോസിനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വർഷം കൊണ്ട് വരാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങളാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത്. അതായത് ഇതിന്റെ പിന്നെ ഒരു ഡാറ്റ രജിസ്ട്രി, ഡയഗ്നോസ്റ്റിക് ഭാഗത്തുള്ള അടുത്ത ലെവലിലേക്കുള്ള കടന്നുകയറ്റം,
ട്രീറ്റ്മെന്റ് ഭാഗത്തുള്ള ഈ പറയുന്ന നെഗോഷിയേഷനുകളും റേറ്റ് മെക്കാനിസംസും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മറ്റ് തെറപ്പിസ്റ്റുകളെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി കെയർ മോഡലുകൾ ഈ പറഞ്ഞ ന്യൂറോ മസ്കുലർ സംഗതികളിലെങ്കിലും കൊണ്ടുവരിക. പിന്നെ ബാക്കിയുള്ള ഈ റീഹാബിലിറ്റേഷൻ സാധനവും സോഷ്യൽ വെൽഫെയർ സ്കീമുകളൊക്കെ നമുക്ക് സാമൂഹ്യനീതി വകുപ്പുമായിട്ടും കൂടി ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ശ്രദ്ധയിലും ഇത് പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിലവിൽ കെയർ നിൽക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ പലപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, ഇപ്പൊ ജെറിനൊക്കെ നന്നായിട്ട് അറിയാം. ജെറിന് എത്രയോ അപേക്ഷകള് കൊടുത്തിട്ട് ജെറിന് ഒരു പക്ഷേ ഇന്ന് കൊടുത്ത അല്ല 2023 കൊടുത്ത അപേക്ഷയുടെ മറുപടി ചിലപ്പോൾ ഇന്നാവും ജെറിന് കിട്ടുന്നത്. ഇന്നത്തെ ആവശ്യം രജിസ്റ്റർ ചെയ്ത സാധനത്തിന്റെ മറുപടി ചിലപ്പം ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഈ രജിസ്ട്രി വരുമ്പോൾ ഒഴിവാവും. കാരണം ആ രജിസ്ട്രിയിൽ നേരിട്ട് അതിനകത്ത് അപേക്ഷ വെക്കാനും പിന്നെ അപൂർവ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രീവൻസ് റിട്രസലിനും ഒരു പോർഷനും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ കൊടുത്ത് നമ്മുടെ വിഷയങ്ങൾ എന്നോ കഴിഞ്ഞിട്ട് ഇതിന് മറുപടി കിട്ടുന്ന സെറ്റപ്പ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് കെയറിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ കുറച്ച് കാര്യങ്ങളുടെ ഒരു പൂർണ്ണ രൂപം എനിക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അതെല്ലാം അതിന്റെ അണ്ടർലൈൻ ഡിസ്കഷൻസിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. ഇതാണ് നിലവിൽ നമ്മൾ നിൽക്കുന്ന ഒരു തലം. നമ്മൾ ഉദ്ദേശിക്കുന്ന തലം നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഐഡിയൽ ആയിട്ടുള്ള സിനാരിയോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യമോ റിസർച്ച് സാധ്യതകളോ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ന്യൂനതകൾ ഫേസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. അപ്പൊ അത് കുറെയൊക്കെ എന്റെ പരിധിക്ക് അപ്പുറത്തുള്ള കുറെ വിഷയങ്ങളായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുമ്പോൾ റിസർച്ചും മറ്റു സാധനങ്ങളൊന്നും ചർച്ചയ്ക്ക് കൊണ്ടുവരാഞ്ഞത്. ഇതാണ് ഓവറോൾ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് പേഷ്യൻസിന്റെ കണക്കാണ്, അതായത് ഡാറ്റയാണ് നമുക്ക് കൃത്യമായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത്, അല്ലെ? ഇപ്പൊ നിലവിൽ നമുക്ക് പാലിയേറ്റീവിന്റെ ഇത് മുഖാന്തരം പാലിയേറ്റീവ് പേഷ്യൻസിന്റെ കണക്കുകൾ അതുപോലെ തന്നെ അവരുടെ വിവരങ്ങൾ ഗ്രിഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ട്. അതും ഈ പറയുന്ന കെയർ പദ്ധതിയുമായിട്ട് എന്തെങ്കിലും അത് ഞാൻ പറഞ്ഞതില് ഒരെണ്ണം വിട്ടുപോയത് ആഡ് ചെയ്യാൻ അവസരം കൂടി ആയി. അത് കാരണം നമ്മളിപ്പോ പിന്നെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ, നേരത്തെ നമ്മുടെ ഈ പാലിയേറ്റീവ് കെയറിന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അഡൾട്ട് പാലിയേഷനിലാണ് ഇത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിരുന്നത്. അതിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്, ക്യാൻസർ ചികിത്സയും മറ്റേതായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നിലവിൽ നമ്മൾ 2 മേഖലയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ അപൂർവ രോഗങ്ങൾ കൂടെ ഉദ്ദേശിച്ച് ചെയ്യുന്ന സാധനങ്ങൾ, ഒന്ന് ന്യൂബോൺ സ്ക്രീനിങ് ആണ്. ജനിച്ച ഉടനെ ഉള്ള സ്ക്രീനിങ്ങിലേക്ക് നമ്മൾ ഈ പറയുന്ന എല്ലാവരെയും സ്ക്രീൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഫാമിലി ഹിസ്റ്ററി ഉള്ള സാഹചര്യങ്ങളിൽ സെലക്ടഡ് ആയിട്ടുള്ള കേസുകളിലെ സ്ക്രീനിങ്ങിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരാൻ പോകുന്ന മെഷീനുകളുടെ കാര്യങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് ഉപയോഗപ്രദമാകാൻ പോകുന്ന ഒരു ഏരിയ. 2 പാലിയേറ്റീവ് കെയറിൽ നമ്മൾ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിന്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ അപൂർവ രോഗങ്ങളും കൂടെ ഉൾക്കൊള്ളിക്കാൻ തന്നെയാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ പാലിയേറ്റീവ് ഗ്രിഡിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഇനി കുട്ടികളുടെ മുതൽ തുടങ്ങി ഉള്ള ഡീറ്റെയിൽസ് എടുക്കും. ആ സമയത്ത് പാലിയേറ്റീവിലേക്ക് ഇത് ലിങ്ക് ചെയ്ത് വരും. അത് ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇത് പ്രൈവറ്റ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ? പ്രൈവറ്റ് പാലിയേറ്റീവ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ? പ്രൈവറ്റ് പാലിയേറ്റീവ് ഡീറ്റെയിൽസും ഗ്രിഡിനകത്ത് വരുമല്ലോ, ഗ്രിഡിൽ വരും. പക്ഷെ സേവനങ്ങൾ നമ്മുടെ പാലിയേറ്റീവ് പദ്ധതിയുടെ സേവനങ്ങൾ പോകുന്നത് അറിയാലോ, പഞ്ചായത്ത് തലത്തില് പ്രൈമറി പാലിയേറ്റീവ് കെയർ മെക്കാനിസവും ബ്ലോക്ക് തലം മുതൽ മുകളിലേക്ക് സെക്കൻഡറി പാലിയേറ്റീവും ടെർഷറി പാലിയേറ്റീവ് മെക്കാനിസമാണ് ഉള്ളത്. അപ്പൊ അതിന് ഒരു സർക്കാർ വ്യവസ്ഥയ്ക്കകത്ത് LSTD തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു മെക്കാനിസം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പീഡിയാട്രിക് പാലിയേറ്റീവിന്റെ പീഡിയാട്രീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നു. അപ്പൊ അന്നത്തെ ട്രെയിനിങ്ങിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും പിന്നെ 2 പീഡിയാട്രീഷ്യൻസിനെ വെച്ചും മെഡിക്കൽ കോളേജിൽ നിന്ന് ഓരോ സീനിയർ ലെവൽ പീഡിയാട്രീഷ്യൻസിനെ വെച്ചാണ് ഈ ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ട്രെയിനിങ് ആണിത്, മാസ്റ്റർ ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് ആണ് ഇത് നടത്തിയത്. പക്ഷേ നമ്മൾ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ഓപ്പൺ ചെയ്തപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് 25 പീഡിയാട്രീഷ്യൻസ് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാതെ സ്വമേധയാ അതിനകത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണതാണെന്ന് ആലോചിക്കണം. അപ്പൊ ഇനി അതിന്റെ സാധ്യതകൾ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ അത് വളരെ പോസിറ്റീവ് സംഗതിയായിരുന്നു. അതിൽ വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ ആ പരിപാടി മാറ്റി വെക്കേണ്ടി വന്നു വേറൊരു എമർജൻസി കാരണം കൊണ്ട്. അപ്പൊ ഓൾറെഡി ട്രെയിനിങ്ങിന് വന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പേടി എന്ന് വെച്ചാൽ ഇതിന് ആൾക്കാർ അന്നത്തെ ആ ഒരു മുഷിപ്പ് കാരണം വരാതിരിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് പിന്നെ ആളുകൾ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അംഗങ്ങൾക്കും ഇതൊരു അറിവിലേക്ക് പറയുകയാണ്. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെന്റ് പാലിയേറ്റീവിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ വിവരങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് സെറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ വിവരങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള പാലിയേറ്റീവിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ. പിന്നെ നമ്മുടെ സാറ് പറഞ്ഞതിൽ രണ്ടാമത് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ഒരു ഡാറ്റ സെറ്റ് ചെയ്യുന്ന സമയത്ത് മസ്കുലർ ഡിസ്ട്രോഫി എന്നൊരു ഓപ്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും തങ്ങളെ ബാധിച്ചിരിക്കുന്നത് സാറ് തന്നെ സൂചിപ്പിച്ചു പോയതാണ്, ബാധിച്ചിരിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി ആണോ അല്ലെങ്കിൽ SMA ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മയോപ്പതി ആണോ എന്നറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ മാത്രമല്ല മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണ്, നമ്മുടെ ഗവൺമെന്റ് എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാത്തിലും തന്നെ ഇത്തരം ഇപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ലാബ് സെറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ അതിന് കോടികളുടെ ഒരു ചെലവ് വരുന്ന കാര്യമാണ്. നമുക്ക് അവിടെ എല്ലാ മെഡിക്കൽ കോളേജിലും സാമ്പിൾ കളക്ഷൻ എങ്കിലും ആരംഭിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ? അതായത് ഇത്തരം പേഷ്യൻസിന്റെ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമുക്കിപ്പോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ കുറഞ്ഞ ചെലവിൽ നമുക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത്? അതിലിപ്പോ നമ്മൾ ആലോചിച്ചിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാല്, അതിന്റെ പൂർണ്ണ ലെവലിലേക്ക് എത്തിയിട്ടില്ല, ആലോചിച്ചിട്ടുള്ള ഒരു സംഗതി ഞാൻ പറയാം. അതായത് ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജനിതക ടെസ്റ്റുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമല്ല കേട്ടോ, ഈവൻ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാൽ പോലും പലയിടങ്ങളിലും ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ജനറ്റിക് ലബോറട്ടറീസിലാണ് പലതും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഏജൻസികളുമായിട്ട് നമ്മളൊരു MOU എത്തിയിട്ട് ഒരു എംപാനൽഡ് സ്കീം പോലെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റുകൾ ചെയ്യിക്കാനുള്ള രീതിയിലാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അപ്പൊ അതിനൊരു പാക്കേജ് റേറ്റ് നമുക്ക് നിശ്ചയിക്കണം. പല അസുഖങ്ങൾക്ക് ഇപ്പൊ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. എക്സിസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പല രോഗങ്ങൾക്കും ആക്ച്വലി ഒറ്റ കമ്പനിക്ക് മരുന്ന് ഉള്ള അവസ്ഥകളാണല്ലോ. ഇതെല്ലാം പേറ്റന്റ് ഇതിനകത്ത് നിൽക്കുന്ന സാധനങ്ങളായിരിക്കും. അവർക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ ഈ പറയുന്ന ഓർഫൻ ഡ്രഗ് ആക്ട് ഉള്ളത് കൊണ്ട് അവർക്ക് ഗ്രാന്റുകൾ കിട്ടും ഈ ഇത്തരത്തിലുള്ള അപൂർവ രോഗങ്ങളിൽ, പിന്നെ മോളിക്കുലർ പിന്നെ എന്താണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾക്ക്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളുള്ള എല്ലാ കമ്പനികളും തന്നെയും അവർക്കൊരു പാക്കേജ് ഉണ്ട് ഈ ഡയഗ്നോസിന് വേണ്ടിയിട്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെയാണ് പലയിടങ്ങളിലും ടെസ്റ്റുകൾ നടന്നു പോകുന്നത്. അപ്പൊ ആ സ്കീം മാറ്റിയിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള മറ്റ് ചില സ്കീമുകൾ ഇപ്പൊ ഇതൊക്കെ കുട്ടികളിലാണ് കുറച്ചും കൂടി ഈസി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പിന്നെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ജനിതകമായ ഡിഫക്റ്റുകൾ നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ RBSK സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എംപാനൽ ചെയ്തിട്ട് സ്വകാര്യ ലാബുകളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിന്റെ റേറ്റ് പിന്നെ അവർ പറഞ്ഞ റേറ്റും നമ്മൾ പറഞ്ഞ റേറ്റും തമ്മിൽ ഭിന്നതയുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ കോഴിക്കോട് വരാൻ പോകുന്ന സംവിധാനം വെച്ച് നമുക്ക് കുറെ അസുഖങ്ങളെ ന്യൂബോൺ സ്ക്രീനിങ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ജനറ്റിക് ഡയഗ്നോസിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ ആ മേഖലകളിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നവരേക്കെങ്കിലും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എംപാനൽ ചെയ്യിച്ച് പുറമേ ഉള്ള ഏജൻസികൾ വഴി ചെയ്യേണ്ടി വരും. ഇതിന്റെ ഒപ്പം തന്നെ ജനറ്റിക് കൗൺസിലിംഗും അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂലേ നമുക്ക്? പറ്റും. ജനറ്റിക് കൗൺസിലിംഗിന് വേണ്ടി ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, കോഴിക്കോട് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ആ ഇൻവെസ്റ്റ്മെന്റ് അരിവാൾ കോശ രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. സിക്കിൾ സെൽ ഡിസീസിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെഷീനുകളുടെ പ്രൊക്യൂർമെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ജനറ്റിക് കൗൺസിലർ ഉൾപ്പെടെ അവിടെ വരും. അപ്പൊ അത് ആ ഒരു ഒറ്റ അസുഖത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിക്കാതെ അവരുടെ സേവനങ്ങൾ നമ്മൾ പ്രത്യേക ദിന ക്ലിനിക്കുകൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് ആലോചന. നിലവിൽ നമുക്കിപ്പോ SMA ബാധിച്ച 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത് സാറ് പറഞ്ഞു. SMA കൂടാതെ ഇപ്പൊ DMD എന്ന രോഗവിഭാഗത്തിൽ മരുന്നുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിലേക്ക് വൈകാതെ കടക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിന്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി SMA-നേക്കാളും കൂടുതലാണ്. പക്ഷെ അത് എന്തെങ്കിലും ഭാവിയിൽ സാധ്യതകളുണ്ടോ? ഈ മരുന്നുകൾ എടുക്കുന്നതിന്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അപ്രൂവലാണ്. കേരളത്തിൽ നമ്മളിപ്പോ മരുന്ന് വാങ്ങുന്നത് ഈ പറയുന്ന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖാന്തരമാണല്ലോ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖാന്തരം നമുക്ക് ടെൻഡർ ചെയ്തിട്ടോ അല്ലെങ്കിൽ റേറ്റ് എടുത്തിട്ടോ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോളർ അപ്രൂവൽ വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം. അതല്ലാതെ നമുക്ക് പിന്നെ ഈ പ്രൊക്യൂറിംഗ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി എടുക്കുക സാധ്യമല്ല. പിന്നെ ഉള്ള സാധനങ്ങൾ നമ്മളിപ്പോ ഇമ്പോർട്ട് ചെയ്തൊക്കെ മരുന്നുകൾ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അപൂർവ രോഗങ്ങളിലല്ല, മറ്റു പല കേസുകളിലും. ഇപ്പം അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന സമയത്ത് ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കോവിഡിന്റെ സമയത്തും ഇതേമാതിരത്തെ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുന്ന നിപ്പയിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ആന്റിബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ സ്പെഷ്യൽ പെർമിഷൻ ആക്ച്വലി നമുക്ക് കേന്ദ്ര തലത്തിൽ നിന്ന് ഉൾപ്പെടെ വേണ്ടി വരും. അപ്രൂവൽ ഉള്ള മരുന്നുകൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആണ്. റേറ്റ് മാത്രമല്ല, ഈ പറയുന്ന ഒരു ഘടകം കൂടി ഇതിനകത്ത് കയറി വരും. SMA-യുടെ കൂടാതെ DMD-ക്ക് ഞാൻ പറഞ്ഞ മരുന്ന് കമ്പനികളുമായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ചർച്ചയോ മറ്റ് വില സംബന്ധിച്ച് എന്തെങ്കിലും ഗവൺമെന്റുമായിട്ട്? ഇല്ല, DMD-യിലേതിൽ ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല.
നിലവിൽ SMA മാത്രമാണ്. SMA മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ജീൻ തെറാപ്പിയിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഈ അപൂർവ രോഗം ബാധിച്ചവരില് ഇപ്പോ എന്റെ പോലത്തെ കേസുകൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ SMA 12 വയസ്സ് വരെയാണ് നമ്മൾ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ ചില കേസുകളിൽ ഈ പറഞ്ഞതുപോലെ ചിലത് 18 വയസ്സ് 19 വയസ്സിലായിരിക്കും അതിന്റെ സിംറ്റംസ് വിസിബിൾ ആയി തുടങ്ങുന്നതും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ രോഗം ബാധിച്ചു തുടങ്ങുന്നതല്ല. അപ്പൊ അത്തരം രോഗികൾക്ക് വേണ്ടിയിട്ട്, അതായത് കൗമാരകാലം പിന്നിട്ടതിന് ശേഷം വരുന്ന രോഗികൾ, ഇത്തരത്തിലുള്ള അപൂർവ രോഗികൾ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ടോ എന്തെങ്കിലും? അല്ല, അതും ഇതിന്റെ പരിധിയിൽപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത്. ഈ കെയർ പദ്ധതിക്ക് ഒരിക്കലും 18 വയസ്സിന് താഴെ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല. വരുന്നില്ല. ഇല്ല. അപൂർവ രോഗങ്ങൾക്ക് നമ്മൾ ഏജ് കട്ട് ഓഫ് ഇല്ല. ഭൂരിഭാഗം അസുഖങ്ങളുടെയും ഒരു പ്രത്യേകത ഈ ജനിതക രോഗങ്ങള് കുറെ കൂടെ നേരത്തെ, ഈ 18 വയസ്സിനുള്ളിൽ തന്നെ സത്യത്തിൽ സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങും. നമുക്കത് കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഭൂരിഭാഗം രോഗങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതല്ലാതെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയും. അപൂർവ രോഗത്തെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ വളരെയധികം ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു അഭിപ്രായത്തിൽ അതിനൊരു മരുന്നുകളുണ്ട്. ഇപ്പോ ചികിത്സ കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കണ്ടെത്തുന്നതിലാണ് ഏറ്റവും വലിയ ഗ്യാപ്പ് ഉള്ളത്. കാരണം ഇത് സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുക. സ്ത്രീകളെ ബാധിക്കേണ്ടതിന്റെ ലക്ഷണങ്ങളും ബേസിക്കലി കുറെ വേദനകളും നോൺ സ്പെസിഫിക് ആയിട്ടുള്ള മൂഡ് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ സംഗതികൾ പലതും പല സ്ത്രീകളും അതൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് പോലും ആലോചിക്കാത്ത ലക്ഷണങ്ങളായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ആ രീതിയിലും ഇടപെടലുകൾ വേണ്ടി വരും. അപ്പൊ ഇതിലൊരിക്കലും ഏജ് ഒരു കട്ട് ഓഫ് അല്ല, ഒരു ക്രൈറ്റീരിയ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 18 വയസ്സിന് താഴെ വരുന്ന അഡ്വാൻറ്റേജുകൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേറെ സ്കീമുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും. രണ്ട്, ഈ പറയുന്ന പല അസുഖങ്ങളും നേരത്തെ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നേരത്തെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. കെയറിന് ഒരിക്കലും ഏജ് കട്ട് ഓഫ് ഇല്ല. ഓക്കെ. സാർ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. സാർ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങിയാണ്. അതായത് ഇപ്പൊ അപൂർവ രോഗങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം പലപ്പോഴും പല, അതായത് മസ്കുലർ ഡിസ്ട്രോഫി, അതുപോലെ SMA, അങ്ങനെ പലതരത്തിലുള്ള അപൂർവ രോഗങ്ങൾ കൊണ്ട് പേഷ്യൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോ ഇത് സംബന്ധിച്ച് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള വ്യക്തികളായിട്ട് സംസാരിക്കും പലപ്പോഴും പറഞ്ഞു കേട്ടേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇത്തരം രോഗങ്ങളൊന്നും മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല. അതായത് വൈദേശിക ശക്തികളുടെ ഒരു കടന്നുകയറ്റം എപ്പോഴും കേരളത്തിലേക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ നിരന്തരമായിട്ട് ഉണ്ടായതാണ്. അപ്പൊ ആ ഒരു സമയത്താണ് നമുക്ക് അവരിൽ നിന്നാണ് കൂടുതലും രോഗങ്ങൾ ഇത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രോഗബാധിതരല്ലാത്ത വ്യക്തികളും യഥാർത്ഥത്തിൽ ഈ ഒരു കല്യാണം എന്ന ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ഇപ്പൊ ദുബായിലൊക്കെ ഓൾറെഡി ഉണ്ട്. കല്യാണത്തിന് മുന്നേ ജനറ്റിക് ടെസ്റ്റ് നടത്തിയേ തീരൂ എന്നുള്ളൊരു കൺസെപ്റ്റ്, റൂള് വരുന്നുണ്ടെന്ന് കേട്ടു. അത്തരത്തിലൊരു റൂള് നടപ്പിലാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള രോഗികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കില്ലേ? അത് ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ വന്നിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ മുകളിലെ ലെവലുകളിൽ നടക്കേണ്ടുന്ന ഒരു സാധനമാണ്. ഈ ആശയം ചർച്ച ചെയ്യപ്പെടാത്തതല്ല. നല്ലൊരു അഭിപ്രായമാണ്. എന്റെയും വ്യക്തിപരമായ അഭിപ്രായം അത് തന്നെയാണ്. മനസ്സിലായി, നമ്മൾ ഈ ജാതകത്തിന് പകരം ജനിതകം എന്നുള്ള ലെവലിലോട്ടൊക്കെ നമ്മൾ പോകണം. അതിന് അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ, നമ്മുടെ സമൂഹം അത്രത്തോളം പാകപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യവും സത്യത്തിൽ നിലനിൽക്കും. മനസ്സിലായില്ലേ? പലപ്പോഴും ഇപ്പൊ പിന്നെ അറിയാലോ, ഇപ്പൊ എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അസുഖങ്ങളാണെന്ന് വിചാരിക്കാം. അവിടെ ചിലപ്പം ഈ പറയുന്ന സ്ത്രീയെ കാരണക്കാരിയായി ചിത്രീകരിക്കപ്പെടാനും പ്രശ്നങ്ങളിലേക്ക് പോകാനും ഒക്കെ അതിനൊരു സോഷ്യൽ സെറ്റപ്പും കൂടെ അതിനനുസരിച്ച് പാകപ്പെടേണ്ടതുണ്ട് എന്നാണ് എന്റെ വേറൊരു അഭിപ്രായം. അത് ഡെഫിനറ്റ്ലി അത് ഗുണം ചെയ്യുന്നൊരു ഇടപെടൽ തന്നെയായിരിക്കും. എത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിലെ സംശയമുള്ളൂ. സമൂഹം കൂടെ അവരുടെ ചിന്തയെ കൂടെ മാറേണ്ടതുണ്ട്. അതില് ഇപ്പൊ നമ്മളിപ്പോ ഈ അസുഖത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും പല ആളുകളിൽ നിന്ന് കേൾക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ടല്ലേ നമുക്കിത് വളരെ ലഘുവായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ലാഘവത്തോടെ ഒരു പക്ഷെ ചർച്ച ചെയ്തോളണമെന്ന് പോലും ഇല്ല. ഓക്കെ. പിന്നെ നമ്മളുടെ ഈ മരുന്നുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ജീൻ തെറാപ്പി അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികൾ എന്ന് പറയുന്നത് കോടികൾ, സാറ് തന്നെ പറഞ്ഞു, കോടികൾ വില വരുന്ന മരുന്നുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ സൗജന്യമായി മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ചെലവേറിയ ഒരു സംഗതി തന്നെയാണ്. അപ്പൊ അവിടെ ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ കാലത്തും ക്രൗഡ് ഫണ്ടിങ് മാത്രമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല.
സാറ് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു CSR പോലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്ന്. അപ്പോ എന്തെല്ലാമാണ് ഈ ഫണ്ടിങ് സംബന്ധിച്ച് ഗവൺമെന്റ് തലത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്? ഫണ്ടിങ് സംബന്ധിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പം സോഴ്സസ് ഇപ്പം നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദേശീയ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് സോഴ്സാണ്. അതിന്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് അതിനൊരു ഫിനാൻഷ്യൽ ക്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, 50 ലക്ഷം രൂപയാണ് പെർ ഹെഡ് വരുന്നത് എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ക്യാപ്പ് ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ ബഡ്ജറ്റിങ്ങിൽ പല സ്റ്റേറ്റുകളും ആക്ച്വലി ചെറിയ തോതിലൊക്കെ ഇതിനകത്തേക്ക് സ്റ്റേറ്റ് ബഡ്ജറ്റിംഗ് അലൊക്കേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. ചില വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് തുടങ്ങിയ ആളുകളുണ്ട്. പക്ഷെ അതും വളരെ പരിമിതമായ സാധനമാണ്. ഇപ്പൊ കേരളത്തിന്റെ ബജറ്റിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം SMAയിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പൈനിന്റെ കറക്ഷൻ സർജറികളും കാര്യങ്ങളും ചെയ്യുന്നത് ആരോഗ്യകരണം പദ്ധതിപ്പെടുത്തിയിട്ടാണ്. അപ്പം അത് ഓൾറെഡി ബജറ്റ് വിഹിതം ഉള്ള ഒരു പദ്ധതിക്ക് അകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നടപടി സ്വീകരിച്ചു വരുന്നത്. അതിന് അഡീഷണൽ ഫണ്ട് പിന്നെ എന്താ പറയുക അലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സാധനം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിന്റെ ഒരു മാതൃകയാണത്. പിന്നെ ഉള്ളത് ഈ പറയുന്ന ക്രൗഡ് ഫണ്ടിങ് ആണ്. ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പേഷ്യന്റിന്റെ ഇമോഷൻ അഗേൻസ്റ്റ് ഒരു പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫണ്ട് ചെയ്യാൻ ആളുകൾ ഒരുപക്ഷെ കൂടുതൽ സന്നദ്ധത കാണിക്കും. പക്ഷെ ഒരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉഷാറ് ആ ഫണ്ടിങ്ങിൽ ഉണ്ടാവില്ല. പിന്നെ ഉള്ള സോഴ്സാണ് CSR ഡൊണേഷൻ സാധനങ്ങൾ, വേറെ ട്രസ്റ്റുകളുടെ ഡൊണേഷൻ, ഹൈനെറ്റ് ഇൻഡിവിജ്വൽസിന്റെ ഡൊണേഷൻ. ഇപ്പം ഒരുപാട് ആസ്തി ഉള്ള ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും അതല്ലാതെ CSR രണ്ടാണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ സെസ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്, നമ്മളൊരു വലിയ ഡീറ്റെയിൽഡ് പ്രൊപ്പോസൽ ആക്ച്വലി ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഓൾട്ടർനേറ്റ് ഫണ്ടിങ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട്. അതിൽ സെസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനിക്കുന്ന ഓരോ കുട്ടികളെയും പിന്നെ ഇൻഷുർ ചെയ്യുന്ന ഒരു പദ്ധതിയെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഏതാണ് അംഗീകരിച്ച് വരിക എന്നുള്ളതോ ഇതിൽ ഏത് എടുത്തു വരുമോ എന്നുള്ളതൊക്കെ ഗവൺമെന്റ് ഡിസിഷനിൽ പോകുന്ന കാര്യങ്ങളാണ്. അത് ആരോഗ്യവകുപ്പിന് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ മോഡലുകൾ നമ്മൾ സത്യത്തിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ഇതിനെ സസ്റ്റെയിൻ ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചാണ്. പക്ഷെ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഘട്ടത്തിലായി കഴിഞ്ഞാലും ഈ ഒരിക്കലും പിന്നെ മലയാളികള് ഈ പറയുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പർപ്പസിനെ കൈവിടിയില്ല. ഹൗ വിൽ ഗവൺമെന്റ് ഫൈൻഡ് മണി, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് യൂസ് പ്രൊവിഷൻ കമ്പൽസറി ലൈസൻസിങ് ഇൻ പേറ്റൻസ് ആക്ട്, ഇതിനൊക്കെയും സത്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമുള്ള ചില കാര്യങ്ങളായത്. സെബ എനിക്ക് മനസ്സിലായി, സെബ എറണാകുളത്തുള്ള SMA അല്ലേ, ആ കുട്ടിയല്ലേ? സെബയുടെ കേസും എനിക്കറിയാം. അപ്പൊ സെബയുടെ കേസിന്റെ പുറത്താണല്ലോ ആക്ച്വലി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പേറ്റന്റ് പരിധിക്ക് അപ്പുറത്തുനിന്ന് പോലും ഈ മരുന്നുകൾ പോകും എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാരണം ആ കേസ് തന്നെയാണ്. അതിനകത്ത് പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് അഡ്വക്കസി വർക്കുകൾ ആക്ച്വലി ഇതിനകത്ത് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ നടക്കുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തുള്ള കുറെ കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ. നമ്മുടെ സ്റ്റേറ്റിന് ആവശ്യപ്പെടാമല്ലോ സെൻട്രൽ ഗവൺമെന്റിനോട്. അതെ, സ്റ്റേറ്റിന് ആവശ്യപ്പെടാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് അതിന്റെ ഒരു തീരുമാന തലത്തിലേക്ക് വരുമ്പോഴേ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി ആവശ്യമുള്ള ഒരു വിഷയമാണല്ലോ അതൊക്കെ. ഈ ആ കേസ് നിലവിൽ എന്താണ് പേറ്റന്റിന്റെ വിഷയത്തിൽ മാത്രമല്ല, പേറ്റന്റിന്റെ അപ്പുറത്ത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരത്തെ മോളിക്യൂളുകളുടെ ഇമ്പോർട്ടിലായാലും, അതുപോലെ തന്നെ പുതിയ മോളിക്യൂൾ ഡെവലപ്മെന്റിന് ഈ പറയുന്ന പോലത്തെ ഗ്രാന്റ് അനുവദിക്കുന്ന സംഗതികളിലായാലും, ഇതിലൊക്കെയും സത്യത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഇടപെടൽ ആവശ്യമുള്ള സംഗതികളുണ്ട്. സാറേ ഞാൻ ചോദിക്കുന്ന വെച്ചാലേ, നമ്മളിപ്പോ എന്തായാലും ഒരു 40 above ആയി മസ്കുലർ ഡിസ്ട്രോഫി വന്നിട്ട്. അപ്പോ 40 above ആയപ്പോ നമുക്ക് ഒരു അനുബന്ധ രോഗങ്ങളൊക്കെ ഇപ്പൊ കാർഡിയക് ആയിട്ട് ഹാർട്ട് റേറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഭാവിയിൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട വരുന്ന അവസ്ഥകളൊക്കെ വരുമ്പോ സമയത്ത് നമുക്ക് അപൂർവ രോഗം ബാധിച്ച ആളുകൾ ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനം വെച്ച് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്കാണെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീമിൽ ചേർക്കൂല അവര്. അതാണ് വേറൊരു വലിയ ഗ്യാപ്പ് ഉള്ള ഒരു ഏരിയ. ഈ അപൂർവ രോഗങ്ങളെ ഇൻഷുറൻസ് പരിധിക്കകത്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് വലിയൊരു ഗ്യാപ്പാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലൈസ് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല്, ഈ പറയുന്ന ഈ വലിയ സ്വകാര്യ ഇൻഷുറൻസോ സംഗതികളോ അല്ലാതെ സഹകരണ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഇത്തരത്തിലുള്ള ഇൻഷുർ ചെയ്യുന്ന രീതിയിൽ. അതുപോലെ എക്സിസ്റ്റിംഗ് നമ്മുടെ സ്കീമുകൾക്കകത്ത് എങ്ങനെ ഈ അസുഖങ്ങളുടെ പിന്നെ പലപ്പോഴും നമ്മൾ അപൂർവ രോഗത്തിന് ചികിത്സ എന്ന് പറയുമ്പോൾ ആൾക്കാർ നേരെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആളുകൾ നേരെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ തെറാപ്പിയോ അല്ലെങ്കിൽ ഇതിന്റെ ഹൈ എൻഡ് സാധനം മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല ചികിത്സ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നതല്ല, നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു,
അറ്റക്ക് ഒന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണോ, നമുക്ക് ലക്ഷങ്ങളുടെ ചികിത്സ ചെലവ് വരികയാണ്. നമുക്ക് അങ്ങനെയുള്ള കുറെ ആശുപത്രി ചെലവുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് സപ്പോർട്ട് ഈ കെയറിന്റെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ കിട്ടുമോ നമുക്ക്? നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേന്ദ്രങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകളിൽ ഇടപെടൽ നടത്തുന്നില്ല, റെഫർ ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ചികിത്സാ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മേലെ പോകും, അല്ലേ? അപ്പൊ നമ്മുടെ കേന്ദ്രങ്ങളെ സജ്ജമാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം. അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്തെടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കില്ലേ സാറേ? അങ്ങനെ എന്തോ കിട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അപേക്ഷിക്കാം. പക്ഷെ ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി അതിന്റെ പിന്നാലെ ഇപ്പൊ ഇദ്ദേഹം ചോദിച്ച പോലെ ഒരു എമർജൻസി ഘട്ടം വരുമ്പോഴേ നമുക്ക് പലപ്പോഴും അതിന് ആ സമയത്ത് ഈ പറഞ്ഞ റെസ്പോൺസ് ഉണ്ടാവണ്ടേ. ഈ ഫണ്ട് കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കേണ്ടി തന്നെ വരില്ലേ? നമുക്ക് ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച്, വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച്, ഇതൊക്കെ വാങ്ങിച്ച്, ഡോക്ടർ റിപ്പോർട്ട് വാങ്ങിച്ച്. അത് ഈ അപൂർവ രോഗത്തിൽ മാത്രം ഫേസ് ചെയ്യുന്ന വിഷയമല്ലാണ്. നമുക്കിപ്പോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾ നമ്മളെ എത്തിക്കുന്നത് ഏതെങ്കിലും ഒരു വലിയ സ്വകാര്യ ആശുപത്രിയിലായിരിക്കും, അതിന്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. പിന്നെ ഈ പറയുന്ന സംഗതി മീറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനുകളുണ്ടല്ലോ. ഇങ്ങനെ അപേക്ഷകൾ വരുന്ന കേസുകൾ നമുക്കുണ്ട്. ഗവൺമെന്റിന്റെ എക്സിസ്റ്റിംഗ് ഇഷ്യൂ ആണ്. പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ അത് പറഞ്ഞ മാതിരി മനസ്സിലായി, എനിക്ക് സംഗതി മനസ്സിലായി. പോയിന്റിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഇതിന്റെ പരിധിക്കകത്ത് കൊണ്ടുവരുന്നത്. ഇന്ന അസുഖങ്ങൾ ഇന്ന പദ്ധതിയുടെ പരിധിക്കകത്ത് നിർത്തിക്കൊണ്ട് ഇന്ന പരിരക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തി ആശുപത്രികളെ അറിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തണമല്ലോ. അപ്പൊ അതിന്റെ എല്ലാം പ്രൈമറി പോയിന്റ് ഈ പറയുന്ന രജിസ്ട്രി ഡെവലപ്മെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്ന രോഗത്തിന് ഇപ്പൊ ഒരു മസ്കുലർ ഡിസ്ട്രോഫിക്ക് ഇന്ന ആനുകൂല്യം കൊടുത്തു. അപ്പൊ ഒരു പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് കോമൺ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു അസുഖബാധിതരായിട്ടുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇത് വേണം. അപ്പൊ ഗവൺമെന്റിന് കൃത്യമായിട്ടൊരു ന്യായം വേണമല്ലോ. ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന അസുഖത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സാറ് പറഞ്ഞ പോലെ തന്നെ മരുന്ന് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം രോഗികൾക്ക് കിട്ടേണ്ട മറ്റ് പല കാര്യങ്ങൾ, അതായത് ഫിസിയോതെറാപ്പി, ഹൈഡ്രോതെറാപ്പി പോലുള്ള മറ്റു തെറാപ്പികൾ. അതെല്ലാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നുണ്ടോ? ഉണ്ട്. ഫിസിയോതെറാപ്പിയും ഹൈഡ്രോതെറാപ്പിയും സംഗതികള് നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരുന്ന് മാത്രമല്ല എന്നുള്ളത്. മരുന്ന് കൊടുത്തു തുടങ്ങിയിട്ടില്ലാത്തതും മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളിലും നമ്മൾ ഈ പറയുന്ന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോമസ്കുലർ അപൂർവ രോഗങ്ങളുടെ കെയർ പാത്ത് ഡെവലപ്പ് ചെയ്യുന്ന സംഗതി നേരത്തെ സൂചിപ്പിച്ചു. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ട്രെയിനിങ് നമ്മൾ സെപ്റ്റംബറിൽ എല്ലാ ജില്ലകളിലും ഉള്ള ഫിസിയോതെറാപ്പി മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെത് സെപ്റ്റംബർ 17-ാം തീയതി ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പടിയായിട്ട് നമ്മൾ താഴെ തട്ടിലേക്ക് ഉൾപ്പെടെ ഇതിന്റെ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന പാലിയേറ്റീവ് പദ്ധതിയുമായി ലിങ്ക് ചെയ്തിട്ട് ബ്ലോക്ക് തലത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജില്ലാ തലത്തിൽ നമ്മൾ ഒരു കേന്ദ്രത്തെ ഈ സൗകര്യങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ഹൈഡ്രോതെറാപ്പി നിലവിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇല്ല. പരിമിതമായ രീതിയിൽ ഹൈഡ്രോതെറാപ്പി ഉള്ള 6 DEACകൾ നമുക്കുണ്ട്. പക്ഷെ അത് വളരെ പരിമിതമായ സെറ്റപ്പാണ്. ഇപ്പം നിപ്മറിലോ മറ്റു പല സ്ഥലങ്ങളിലോ ഉള്ള പോലത്തെ വലിയ ഹൈഡ്രോതെറാപ്പി യൂണിറ്റുകൾ, പൂളുകളുള്ള സെറ്റപ്പ് അല്ല. പക്ഷെ എന്താ പറയുക, ജക്കൂസി മോഡൽ സെറ്റപ്പുകളിലുള്ള ഹൈഡ്രോതെറാപ്പിയാണ്. അത് ചിലപ്പോൾ കുഞ്ഞു കുട്ടികൾക്കേ ചിലപ്പോൾ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആവുകയുള്ളൂ. പക്ഷെ ഒരു അപ്പെക്സ് സെന്റർ എന്നുള്ള രീതിയിൽ നമുക്ക് നിപ്മർ പോലുള്ള കേന്ദ്രങ്ങളെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ തെറാപ്പി കൊണ്ടുവരാൻ പറ്റും. അത് ഓൾറെഡി നമ്മൾ അതിനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നിപ്മറിൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഹൈഡ്രോതെറാപ്പി നിലവിലുള്ളത്? നിപ്മറിൽ മയോപ്പതിയും DMD ഒക്കെ ഉള്ള എത്ര പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത് അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇല്ലെന്നാണ്. കാരണം ഇപ്പൊ എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഡെയിലി പോയി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഡെയിലി പോയി ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഫെസിലിറ്റി അവിടെ ഉണ്ടല്ലോ. പക്ഷെ അതെനിക്ക് തോന്നുന്നു സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ ആളുകൾക്ക് മാത്രമാണെന്ന് തോന്നുന്നു നിലവിൽ ഉള്ളത്. അതായിരിക്കും ഞാൻ അങ്ങനെ ഒരു സംവിധാനം അവിടെ IP ഫെസിലിറ്റി ഉണ്ട്, അതെനിക്കറിയാം. കാരണം ഞാൻ നേരത്തെ സാമൂഹ്യ സുരക്ഷാ മിഷനിലായിരുന്നല്ലോ, പിന്നെ തൃശ്ശൂർ DPMO ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ഒക്കുപേഷൻ തെറാപ്പിയുടെ ഫാക്കൽറ്റി ആയിരുന്നു അവിടെ. അപ്പം IP അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി കേസുകൾക്കാണെന്ന് തോന്നുന്നു അവര് അഡ്മിഷൻ കൊടുക്കുന്നത്. അത് ഞാൻ അവിടുത്തെ ഡയറക്ടറുമായിട്ട് സംസാരിക്കാം. അത് അവരുമായിട്ട് ഇനി ചർച്ച വരുന്നുണ്ട് ഓണം കഴിഞ്ഞിട്ട്.
ഓക്കെ സാർ. പിന്നെ നമ്മുടെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സാറ് പറഞ്ഞ കാര്യമില്ല, അവർക്ക് ട്രെയിനിങ് നൽകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ പാലിയേറ്റീവിന്റെ ഫിസിയോതെറാപ്പിയുടെ ഒരു വലിയൊരു പോരായ്മ ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ ലളിതമായിട്ട് പറയാം, എന്റെ പഞ്ചായത്തില് ഞാൻ ഇവിടെ RTA വെച്ചപ്പോ, വടക്കേക്കര പഞ്ചായത്താണ്, എറണാകുളം ജില്ലയിൽ വടക്കേക്കരയാണ് എന്റെ പഞ്ചായത്ത്. ഞാൻ RTA വെച്ചപ്പോ 421 ഭിന്നശേഷിക്കാർ, 2022 ഞാൻ ഈ RTA വെക്കുന്നത്. അന്ന് 421 ഭിന്നശേഷിക്കാരുണ്ട്. അതിൽ ഏകദേശം പകുതിയോളം ആളുകൾക്ക് ഇത്തരത്തിൽ ഫിസിയോതെറാപ്പി, അതായത് പല കാരണങ്ങളാൽ ശരീരം തളർന്നവര്, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവർ, അങ്ങനെ ആക്സിഡന്റ് പറ്റിയവര്, അത്തരത്തിൽ ഫിസിയോതെറാപ്പി ആവശ്യമായിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ ഈ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് അനുവദിച്ചിരിക്കുന്ന ഫിസിയോതെറാപ്പി തെറാപ്പിസ്റ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 1. അത് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് വേണ്ടി മാത്രമല്ലെന്നാണ് ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ള കാര്യം. അതായത് 5 പഞ്ചായത്തിലേക്കാണ് ഇവിടുത്തെ പാലിയേറ്റീവിലെ അത് തെറാപ്പിസ്റ്റിന്റെ പാലിയേറ്റീവിന്റെ സെക്കൻഡറി തലത്തിലാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉള്ളത്. അതായത് ബ്ലോക്ക് തലത്തിലാണ് ഫിസിയോതെറാപ്പി ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 5 പഞ്ചായത്തിൽ ഒന്ന് ആലോചിച്ചു, ഏകദേശം ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം കാൽക്കുലേറ്റ് ആണെങ്കിൽ 200ഓളം പേഷ്യൻസ് നേരെ വരുന്നുണ്ട്. ബാക്കിയുള്ള പഞ്ചായത്തിന്റെ ഇവിടെ കൂടുമ്പോ അത്രയും അധികം വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും ഫിസിയോതെറാപ്പി ചെയ്യിക്കുന്നില്ല. അവര് ഇന്നതുപോലെ ചെയ്യ് എന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും, എന്റെ അടുത്ത് പറഞ്ഞു തന്നതുകൊണ്ട് എന്താണ് കാര്യം? അപ്പൊ അവര് പറഞ്ഞ രീതിയിൽ ചെയ്യിപ്പിക്കാനായിട്ട് എന്റെ പാരന്റ്സിന് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഇത് പറ്റിയെന്ന് വരില്ല. കാരണം അവരെന്നെ തെറാപ്പി ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നാളെ അവരെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാവും. ആ സ്റ്റേജിലാണ് അവര് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള പേഷ്യൻസിന് തീർച്ചയായിട്ടും അത് പറയുകയല്ല, ഞങ്ങളുടെ അടുത്ത് വന്ന് അത് ചെയ്യിപ്പിച്ച് തന്നേ തീരൂ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ അപ്പൊ അവര് പലപ്പോഴും പറയും, ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഗവൺമെന്റ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ഈ തെറാപ്പിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ സമർപ്പിക്കണം. കാരണം അത് ഞാൻ പോസിറ്റീവായിട്ട് കുറിച്ചെടുക്കുന്നു. ഇപ്പൊ നിലവിലെ സാഹചര്യം ഇങ്ങനെ തന്നെയാണ്, ജെറിൻ പറഞ്ഞ പോലെ തന്നെയാണ്. പഞ്ചായത്ത് തലത്തിലല്ല, ബ്ലോക്ക് തലത്തിലാണ് ഉള്ളത്. അപ്പൊ പഞ്ചായത്ത് തലത്തിലുള്ള പാലിയേറ്റീവ് പരിചരണത്തില് നഴ്സിംഗ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, പ്രൈമറി നഴ്സ് മാത്രമേ പഞ്ചായത്ത് തലത്തിലുള്ളൂ. അപ്പൊ പഞ്ചായത്ത് പദ്ധതിക്കകത്ത് ഇതും കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആവശ്യം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗത്തും കൂടെ വന്നാൽ നന്നാവും. ഇവിടെ ഇപ്പൊ പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബ്ലോക്ക് തലത്തിൽ ഇപ്പൊ സഞ്ചരിക്കുന്ന ഫിസിയോതെറാപ്പി എന്നൊരു ഇത് വന്നായിരുന്നു. അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അല്ല, അതെ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പം നമ്മള് പിന്നെ എപ്പോഴും ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ കേമാന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ ഗ്യാപ്പ് അഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കരഞ്ഞേ പറ്റും ചില കാര്യങ്ങളിൽ, മനസ്സിലായില്ലേ? അപ്പൊ ഇതിലെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നല്ല എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പൊ കോഴിക്കോട് ജില്ലയില്, ഇതിൽ കോഴിക്കോടുകാരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, 3-4 പിന്നെ ബ്ലോക്കുകളില് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാതല പ്രാരംഭ ഇടപെടൽ കേന്ദ്രം പോലുള്ള ബ്ലോക്ക് തല ഇടപെടൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ കളക്ടറുടെ ഫണ്ടിൽ നിന്നാണ് അതിന്റെ ഇനീഷ്യൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് CSRകൾ മൊബിലൈസ് ചെയ്തത്. അവിടുത്തെ സ്റ്റാഫിനെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്താണ്. അതായത് അവിടെ ഈ പറഞ്ഞ മാതിരി ഫിസിയോതെറാപ്പി മാത്രമല്ല എന്ന് ആലോചിക്കണം, ഓഡിയോളജി, മറ്റേ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇത്യാദി എല്ലാ സേവനങ്ങളും ഉണ്ട്. അതെല്ലാം ബ്ലോക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ, ആവശ്യകത അഡ്രസ്സ് ചെയ്യണം എന്ന് ഉറപ്പിച്ചിറങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് സാധ്യമാവും ആക്ച്വലി. പക്ഷെ അതൊരു ജനറൽ സംഗതിയായിട്ട് പറയാൻ പാകത്തിന് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ തിരുവനന്തപുരത്തെ കല്ലറ എന്ന് പറയുന്ന ബ്ലോക്കില്, കല്ലറ എനിക്ക് തോന്നുന്ന ബ്ലോക്ക് വാമനപുരം ബ്ലോക്കാണ്. വാമനപുരം ബ്ലോക്കില് ഇതേ പദ്ധതി അവരിപ്പോ തുടങ്ങിയിരിക്കുന്നു. എന്നുവെച്ചാൽ അതിന്റെ ആദ്യ ലെവല്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പിന്നെ കോഴിക്കോട് ഇരുന്ന അവിടുത്തെ BDO ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നു, മനസ്സിലായില്ലേ? അപ്പൊ അവര് ഇങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് അത് ഗംഭീര സാധനമാണല്ലോ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അതിനുവേണ്ടി മുൻകൈ എടുത്ത് വരികയാണ്. അപ്പൊ പലപ്പോഴും ഇത് അറിയാത്തത് കൊണ്ട് പലപ്പോഴും പദ്ധതി വെക്കുന്നതിലേക്ക് വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ട്. അതിപ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും. നമ്മളും ഈ പദ്ധതി പിന്നെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെഷനുകൾ വരുന്ന സമയത്ത് നമ്മുടെ മെഡിക്കൽ ഓഫീസർമാർക്കായാലും ബാക്കിയുള്ളവർക്കും ഇങ്ങനെ ഒരു ഔട്ട്ലുക്ക് കൊടുക്കണം. അത് ഞങ്ങൾ കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ഒരു സംഗതി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. എല്ലായിടത്തും നാളെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്കും അറിയാം, ഞാൻ പറയാണ്ട് തന്നെ. ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നമ്മൾ ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവര് നേരിടുന്ന പ്രധാന വെല്ലുവിളി സാറിന് അറിയാം, ഫണ്ടിങ് ആണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20,000 രൂപ. അതെ ഞാൻ പറഞ്ഞേ, അതൊരിക്കലും ഒരു പഞ്ചായത്ത് തലത്തിൽ അത്രയും ബഡ്ജറ്റ് ഒരിക്കലും പഞ്ചായത്തിന് കാണാൻ പാടായിരിക്കും. ബ്ലോക്ക് ലെവലില് പഞ്ചായത്തുകൾ ഒന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ബ്ലോക്ക് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് നേരത്തെ ജെറിൻ തന്നെ സൂചിപ്പിച്ചല്ലോ, സഞ്ചരിക്കുന്ന സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ബ്ലോക്കിനകത്ത് ഡെവലപ്പ് ചെയ്യാനോ.
ഞാനതല്ല വേറൊരു നിർദ്ദേശം. ഞാൻ പഞ്ചായത്തിൽ ഓൾറെഡി കൊടുത്തപ്പോ അവര് അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ ഓരോ പഞ്ചായത്തിലും എങ്ങനെ പോയാലും ഇത്തരത്തില് ഉള്ള അതാ ഞാൻ പറഞ്ഞത്. ആളുകളുടെ ഇതിനകത്ത് എന്താണെന്നറിയോ, ഞാൻ പിന്നെ ഹെൽത്തിന്റെ പദ്ധതികളുടെ വ്യക്തി എന്ന കമ്മിറ്റികൾക്കകത്തൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചില മാർഗരേഖകളുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പൊതുവിൽ ജനറൽ പോപ്പുലേഷന് കൊടുക്കേണ്ടുന്ന സാധനമായിരിക്കും. പക്ഷെ മാർഗരേഖ അനുസരിച്ച് അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ട്രൈബൽ പോപ്പുലേഷന് മാത്രം നമുക്ക് വേണമെങ്കിൽ ഈ സിക്കിൾ ഡിസീസിൽ ന്യൂട്രീഷൻ കിറ്റ് കൊടുക്കാം. അപ്പൊ ട്രൈബൽ അല്ലാത്ത കമ്മ്യൂണിറ്റിയിലുള്ള സിക്കിൾ രോഗികൾക്ക് ആക്ച്വലി ന്യൂട്രീഷൻ വേണ്ടേ? വേണം. പക്ഷെ ആ സാധനങ്ങൾ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ജനറൽ ഗൈഡ് ലൈൻ വെച്ചിട്ട് പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് ഉൾപ്പെടെ പിന്നെ അപ്രൂവൽ കിട്ടില്ല. അത് കോർഡിനേഷൻ കമ്മിറ്റിക്ക് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ഒരുപാട് അത്തരത്തിലുള്ള ഗ്യാപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പുകൾ മാറണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്യാപ്പ് ആണ് എന്നുള്ളത് പറയേണ്ടി വരും. ഈ ഗ്യാപ്പ് ആണെന്നുള്ളത് പറയുന്നത് നമ്മള് ഓഫീസർമാര് പറയുന്നതിനേക്കാൾ വില ആര് പറയുമ്പോഴുണ്ട്? ഈ കമ്മ്യൂണിറ്റി പറയുമ്പോഴുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ കമ്മ്യൂണിറ്റി പറഞ്ഞത് കൊണ്ട് മാത്രം അത് നടന്നുകൊള്ളൊന്നുമില്ല. കാരണം ഓഫീസർമാരും സെൻസിറ്റൈസ്ഡ് ആവണം. എന്നാൽ മാത്രമേ അവരതിനു വേണ്ടി ഈ കമ്മിറ്റികളിൽ സംസാരിക്കുള്ളൂ. ഈ അതുകൊണ്ട് സ്വകാര്യ ഇപ്പൊ ഈ വ്യക്തികളുടെ പറഞ്ഞത് സഹായം എല്ലാം കൂടാണ്ടേ ഈ സെൻസിറ്റൈസേഷൻ പൊതുസമൂഹത്തിനും പിന്നെ പോളിസി മേക്കേഴ്സിനും എല്ലാം നമ്മൾ കൊടുക്കേണ്ടിയും വരും. അതും നമ്മളെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞതേ, സ്വകാര്യ വ്യക്തികളുടെ സഹായം നമുക്ക് ഈ ഒരു കാര്യത്തില് പഞ്ചായത്തുകൾക്ക് സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളുണ്ടോ? അല്ല, സ്വകാര്യ മേഖലയിലുള്ള സപ്പോർട്ട് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സാധ്യവും. പക്ഷേ ഒരു റിക്കറിംഗ് എക്സ്പെൻസ്, സ്റ്റാഫിനെ എല്ലാ വർഷവും പിന്നെ ശമ്പളം കൊടുത്ത് നിർത്തുക, ഇത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് പിന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ഔട്ട്സോഴ്സ് ചെയ്തൊക്കെ പോകണം. ഏതെങ്കിലും ഒരു ഏജൻസി ഇത് മൊത്തത്തിൽ റൺ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇതെന്താണെന്നറിയോ, ഇത് എനിക്ക് മനസ്സിലായി, വിഷയം മനസ്സിലായി. ഇതിന്റെ പൊതുമാർഗരേഖ തയ്യാറാക്കുന്ന പിന്നെ ഗ്രൂപ്പുകളിലെ ചർച്ചയ്ക്ക് കിട്ടുമ്പോൾ ഞാനത് റേസ് ചെയ്യാം. നമുക്ക് വീൽ ചെയർ ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ്. അപ്പൊ ഈ വീൽ ചെയർ പെട്ടെന്ന് കേട് വരികയും ചെയ്യും. അപ്പൊ എന്താണ്, ഞങ്ങളിപ്പോ ഇവിടെ മുനിസിപ്പാലിറ്റിയില് വീൽ ചെയർ വേണമെന്ന് അവരോട് പറഞ്ഞിരുന്നു, മെമ്പറിനോട്. പക്ഷെ അവര് പറഞ്ഞത് വീൽ ചെയറിനുള്ള ഫണ്ട് ഇല്ല എന്നാണ്. മുനിസിപ്പാലിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ടോ? അവര് പറയുന്നത് ഫണ്ട് ഇല്ല എന്നാണ്. പക്ഷെ ഇപ്പൊ അവിടെ തിരൂർ മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടോ? വീൽ ചെയർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓട്ടോമാറ്റിക് വീൽ ചെയർ കിട്ടണില്ല. പക്ഷെ അവര് ഇപ്പൊ ഞങ്ങള് ഇതിന്റെ ഗ്രൂപ്പില് കണ്ടേ എന്താണ്, മുച്ചക്ര വാഹനം കൊടുക്കുന്നുണ്ട്. പക്ഷെ വീൽ ചെയറിന് അപേക്ഷിച്ചപ്പോ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യം വന്നപ്പോ, പക്ഷെ അവര് വീൽ ചെയർ ഇല്ല. അത് ഞാനൊന്ന് ചോദിച്ചു നോക്കാം, സംസാരിച്ചു നോക്കാം. മാനുവൽ ഉണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായി. ഓട്ടോമാറ്റിക് ഇല്ല, മാനുവല് ഉള്ളൂ എന്നുള്ളതല്ലേ? അത് സംസാരിച്ചു നോക്കാം. ഇതേ ഞാനിപ്പോ ഇതോട് ചേർത്തൊരു കാര്യം കൂടെ പറയുന്നത്, പലപ്പോഴും പഞ്ചായത്തുകളിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 ലക്ഷം രൂപ മാത്രമേ നമുക്ക് ആകെ ഇത്തരത്തില് ഭിന്നശേഷി ഉപകരണങ്ങൾ. അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ശതമാനം എന്ന് പറയുന്ന ബഡ്ജറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് ടോട്ടൽ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ ഇത്ര ശതമാനം എന്നുള്ളതാണ് അതിനകത്തേക്ക് ഉള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതര സോഴ്സുകളെ മൊബിലൈസ് ചെയ്യാലോ. സാർ, പിന്നെ നമുക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് G-Gator എന്ന് പറയുന്ന ഒരു സംവിധാനമില്ലേ? ഏകദേശം ഒരു വർഷത്തോളമായി നല്ല ഗംഭീരമായിട്ട് ജനറൽ ആശുപത്രിയിലാണ്, മെഡിക്കൽ കോളേജിലല്ല, ഹോസ്പിറ്റൽ. അതെ അതെ. അത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ മസ്കുലർ ഡിസ്ട്രോഫി സംവിധാനങ്ങൾ നമ്മള് 4 സ്ഥലങ്ങളിലേക്കും കൂടി ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ വർഷം. അത് പിന്നെ അതിന്റെ പ്രപ്പോസൽ അനുവദിച്ചിട്ടുള്ള കടലാസുകൾ വരുന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഡൽട്ട് G-Gator മാത്രമല്ല, പീഡിയാട്രിക് G-Gator ഉൾപ്പെടെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് പരിഗണനയിൽ കിടക്കുകയാണ്. യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇത്തരം ന്യൂറോമസ്കുലർ ഡിസോർഡർ ഉള്ളവർക്ക്? ന്യൂറോമസ്കുലർ ഡിസോർഡേഴ്സിൽ ഡെഫിനറ്റ്ലി ഗുണമുണ്ട്. ഈ മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യന്റിനെ സ്പെസിഫിക്കലി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. G-Gator നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പീഡിയാട്രിക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവര് പീഡിയാട്രിക് G-Gator ഇവിടെ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തണല് മറ്റേ ഇക്ര ഹോസ്പിറ്റലില് വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കിക്കോ. കാരണം അതിന്റെ നമുക്കത് അറിയാത്തോണ്ടാണ്. എങ്ങനെയാണ് അത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അതായത് പീഡിയാട്രിക് ജീഗേറ്റർ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇക്ര ഹോസ്പിറ്റലിലെ തണലിന്റെ കീഴിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടാണ്. അത് ഞാൻ തണലിന്റെ കണ്ടിരുന്നു, ഗ്രൂപ്പിൽ ഒരു ഒരു ദിവസം ഇതുണ്ട്. കണ്ടിരുന്നു. അതെ അതെ. അവിടെ അവര് പീഡിയാട്രിക് ജീഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അല്ല, അവിടെ നമ്മുടെ ഈ എങ്ങനെയാണ് തിരുവനന്തപുരത്താണെങ്കിലോ? തിരുവനന്തപുരത്ത് അഡൽട്ട് ജീഗേറ്റർ ആണ് ഇപ്പോൾ ഉള്ളത്. എന്റെ പേര് മുകുന്ദൻ, ഞാൻ കണ്ണൂരാണ്. ഒരു 3-4 വർഷം മുമ്പ് വരെ വലിയ രീതിയിൽ പരസഹായമില്ലാതെ കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. വീൽ ചെയറിലാണ് വീണതിന് ശേഷം. അപ്പോ ആ. ഒരു കാർഡിയാക്കിന്റെ ഭാഗമായിക്കൊണ്ട് പിന്നെ പമ്പിങ്ങിന്റെ പ്രശ്നം വന്നിട്ട് ഒരു 5-6 കൊല്ലം മുമ്പ് പേസ് മേക്കർ വെച്ചിട്ടുണ്ടായി. എന്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഫിസിയോതെറാപ്പിനെ പറ്റി 2 തരം ഫിസിയോതെറാപ്പി പറഞ്ഞല്ലോ. ഒന്ന് ഫിസിയോതെറാപ്പി, ഒന്ന് എന്തോ ഹൈഡ്രോ ഫിസിയോതെറാപ്പി, അങ്ങനത്തെ പറഞ്ഞു 2 തരം ഹൈഡ്രോതെറാപ്പി. എനിക്ക് ഹൈഡ്രോതെറാപ്പിനെ പറ്റി അത്ര അറിയില്ല. ഫിസിയോതെറാപ്പി, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളും കൂടിയാണ്. എന്റെ ഒരു സംശയം, ഈ പേസ് മേക്കർ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പി എക്സസൈസ് അല്ലാതെ കണ്ട് വേർട്ടിലെ ഉപകരണങ്ങളുടെ സഹായത്തോടുള്ള ഫിസിയോതെറാപ്പി നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഗുണകരമാണോ എന്നുള്ളതാണ്. പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് റെസൊണൻസ് സാധനങ്ങൾ വെച്ച് വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റുകളിലല്ലേ പ്രശ്നം വരേണ്ടതുള്ളൂ. അല്ലാതെയുള്ള സങ്കേതങ്ങൾക്ക് പ്രശ്നം വരേണ്ടതില്ല. സാർ, ഒരു കാര്യം കൂടെ, ഇപ്പൊ മുതയുടെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇത്തരം പേസ് മേക്കർ അല്ലെങ്കിൽ ചിലവർക്ക് ഓക്സിജൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നമുക്ക് സഹായം അപൂർവ രോഗബാധിതർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഓക്സിജന്റെ സംഗതികളും അതുപോലെ തന്നെ ബൈപ്പാത്ത് മെഷീനുകൾ, ഇത്തരത്തിലുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ പിന്നെ പ്രൊക്യൂർ ചെയ്ത കുറച്ചധികം സംഗതികൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പാലിയേറ്റീവ് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. പിന്നെ നമ്മളുടെ അസിസ്റ്റീവ് ഡിവൈസുകൾ, അത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ ഒരു ഡിസ്കഷൻ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോ എന്താണ് അതിലെ നിലവിലെ സ്റ്റാറ്റസ്? അസിസ്റ്റീവ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ കോഫ് അസിസ്റ്റ് ഡിവൈസും കാര്യങ്ങളൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അതിൻ്റെതും ഈ പറഞ്ഞ മാതിരി സ്മാർട്ട് കോൺ നടന്ന സമയത്ത് അതിന്റെ കമ്പനിക്കാരുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പൊ അത് 2-3 എന്താ പറയാ പ്രൊക്യൂർമെന്റ് ഓപ്ഷനുകൾ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നിലവില് ഈ പറഞ്ഞ മാതിരി ഇന്നതായി എന്ന് പറയാനുള്ള ലെവലിൽ എത്തിയിട്ടില്ല. കുറച്ച് നിർദ്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു, അത് പരിഗണിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പിന്നെ ഡിവൈസുകൾ പ്രൊക്യൂർ ചെയ്യുന്നതിനും നമ്മളൊരു സ്പോൺസർഷിപ്പ് സാധനങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റാമ്പുകൾ ഇല്ലാത്തതാണ്. അപ്പോ ഇപ്പോ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് റാമ്പ് ഇല്ലെങ്കിലും നമുക്ക് കയറാൻ സാധിക്കുന്ന ഓൾ ടെറൈൻ വീൽ ചെയറുകൾ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ലഭ്യമാണ്. പക്ഷേ ഇത് ഇന്ത്യയിലോട്ട് എത്തുമ്പോൾ ലക്ഷങ്ങളാണ് വില വരുന്നത്. ഒരു കാറിനേക്കാൾ വലിയ വില വരുന്ന വീൽ ചെയറുകളാണ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന പുതിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ റാമ്പുകൾ വേണമെന്നും ആക്സസിബിലിറ്റി പരിഗണിക്കണമെന്നും എല്ലാം നിയമങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പോ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ പരിമിതി ഉണ്ട്. ഇപ്പോ റാമ്പുകൾ പ്രോപ്പറായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് റോഡും ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങുമായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത അവസ്ഥ. അവിടെ റാമ്പ് സ്ഥാപിച്ചാൽ ചിലപ്പോൾ അതിൽ കൂടെ വീഴാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, പ്രോപ്പർ ആവില്ല റാമ്പ് നിർമ്മിച്ചാല്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വീൽ ചെയറുകൾ നമുക്ക് ഓൾട്ടറിങ് വീൽ ചെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അസിസ്റ്റീവ് ഡിവൈസസ് റിക്വയർമെന്റ് ഒരു ലിസ്റ്റ് നമുക്ക് എടുത്താലേ, നമുക്കിപ്പോ ഈ പറഞ്ഞ സ്കീമുകളിലൊന്നും പെടുത്തിയില്ലെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഇന്ന അസിസ്റ്റീവ് ഡിവൈസ് സ്പോൺസർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ നമുക്ക് മൊബിലൈസ് ചെയ്യാനും. അപ്പൊ അതിന് നമുക്ക് ആ റിക്വയർമെന്റ് എടുക്കാം. ഞാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള ലിസ്റ്റ് ഞാൻ ചേർന്ന് തരാം. അതിന് അഡീഷണൽ ആയിട്ടുള്ള ആളുകളെ ആഡ് ചെയ്തിട്ട് ആവശ്യമുള്ള ഡിവൈസസ് ഇൻക്ലൂഡിങ് ഈ പറയുന്ന വീൽ ചെയറുകളോ അസിസ്റ്റീവ് മറ്റ് ഡിവൈസുകളോ എനിക്ക് ലിസ്റ്റ് ചെയ്ത് തന്നാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു അസിസ്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് കാലിലേക്കുള്ള സർക്കുലേഷൻ കുറയുന്നു, കാലുമരയിപ്പ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു റിക്വസ്റ്റ് ഗവൺമെന്റിലേക്ക് കൊടുത്തു. അത് നല്ല രീതിയിൽ റിജക്ട് ആയതാണ് സ്റ്റാൻഡിങ് വീൽ ചെയർ സംബന്ധിച്ച്. അപ്പൊ അതിന് അവരും പറയുന്ന കോസ്റ്റ് ആണ് അതിന്റെ ഒരു പ്രശ്നം. ഏകദേശം 3 ലക്ഷം 4 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിലവിൽ അത് ഇനിഷ്യലേക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരത് ഏതോ CSR നോക്കട്ടെ എന്നൊരു മറുപടിയാണ് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അറിയാലോ, അതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഈ കാലതാമസം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ പോലും ഈ കാലതാമസത്തിന്റെ ഇടയിൽ തന്നെ ഞങ്ങളെ പോലുള്ള പേഷ്യൻസ് കൂടുതൽ വീക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ളവർക്കെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡിംഗ് വീൽ ചെയർ കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ജീഗേറ്റർ പോലുള്ള സംഗതി ട്രിവാൻഡ്രം വരെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതൊന്നും സാധിക്കണമെന്നില്ലല്ലോ. അത് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് നോക്കിയിട്ട് അതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയും നേരം ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്.
സന്തോഷമുണ്ട്. കേരള പോലൊരു ചെറിയൊരു സംസ്ഥാനം ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ഓൾറെഡി ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തി കൂടെയാണ് സാറ്. ആ ആഗ്രഹങ്ങളെല്ലാം കുറെ പരിമിതികളുണ്ടെന്ന് അറിയാം, എങ്കിലും എല്ലാം സാധ്യമാകട്ടെ. സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ആത്മാർത്ഥത്തോടെ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പിന്തുണ എന്നും ഉണ്ടാവും സാറിന്, സാറിന്റെ പിന്തുണയും എന്നും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോ ഒരിക്കൽ കൂടെ ഈ ഇത്രയും നേരം ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചതിനും നല്ല അറിവുകൾ പങ്കുവന്നതിനൊക്കെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്കൊപ്പം വാച്ച് ചെയ്ത എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാണ്.